Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മള് വില്ലേജ് വേസ്റ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക, എല്ലാവരും വന്ന് അതിലേക്ക് വരാം. എന്താണ് വില്ലേജ് വേസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? വില്ലേജ് വേസ്റ്റ് എടുത്തോട്ടാൻ വരെ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മൾ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? മൊബൈലിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനാണ്. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് പിന്നെ ഹോസ്പിറ്റലാണ് നമ്മൾ എടുത്തു നിർത്തിയത്. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റ് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിലെ വില്ലേജ് വേസ്റ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ്. അപ്പൊ അത് ഏത് രീതിയിലൊക്കെയാണ് ആ വേസ്റ്റ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഹോസ്പിറ്റലില് നമ്മള് വേസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഓവർഫ്ലോ വന്ന് അത് താഴേക്കൊക്കെ വേസ്റ്റ് സ്പ്രെഡ് ചെയ്യുകയോ ലീക്കേജ് സംഭവിച്ച് വേസ്റ്റ് ഒക്കെ താഴേക്കൊക്കെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ അതുമൂലം അണുക്കൾ ഉണ്ടാകുവാനും എന്താണ് ഇൻഫെക്ഷൻ വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മള് കണ്ടു വില്ലേജ് വേസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി അത് വ്യത്യസ്ത തരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന വില്ലേജ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെങ്കിലും ഏത് തരത്തിലുള്ള വില്ലേജുകളാണ് വരാനുള്ളത് അല്ലെ, അത്തരത്തിലുള്ള തിരിക്കുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് നോക്കാം. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി of different types of and each types need a specific handling and a disposal procedure. അതായത് വ്യത്യസ്ത തരത്തിലുള്ള വില്ലേജ് വരാനായിട്ടുള്ള സാധ്യതകൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, then radioactive material, organic materials, other dangerous materials. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതില് എന്താണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ. അത് ഈ ഒരു സ്റ്റെപ്സിന് ശേഷം നോക്കിയാൽ അറിയാം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അങ്ങനെ ആ ഒരു സെപ്പറേറ്റിനെ നമ്മൾ തിരിച്ചിരിക്കുന്നതിനെയും ഓരോന്നിനെയും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെർക്കുറിയസ് വില്ലേജ് വേസ്റ്റ് അത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ദെൻ ഷാർപ്പസ് വില്ലേജ് വേസ്റ്റ് അതെന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ്. അപ്പൊ അത് ഏത് തരത്തിലാണെന്നുള്ളതിന്റെ ജസ്റ്റ് ഹെഡിങ് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതുള്ളൂ. അതിന്റെ മോർ എക്സ്പ്ലനേഷൻ എല്ലാം താഴെയാണ് വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാം എന്താണ് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുമ്പോഴും അതേമാതിരി തന്നെ ബോഡി ഫ്ലൂയിഡ്സുകള് മറ്റേതെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങളെല്ലാം അല്ലെ, ശരീരത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ദ്രാവകങ്ങളുണ്ട്. അതെല്ലാം അണുബാധയുള്ള സമയങ്ങളിലൊക്കെ ടെസ്റ്റിന് വിധേയമാക്കിയിട്ടാണ് അല്ലെ ഡയഗ്നോസ് ചെയ്ത് രോഗനിർണയം കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ വേസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ലീക്ക് ഔട്ട് ഒക്കെ സംഭവിച്ച് അണുക്കളുണ്ടായി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കെമിക്കൽസ് നമുക്കറിയാം ചില രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് ചില കെമിക്കൽ റിയാക്ഷൻസ്, അത് കെമിക്കലൊക്കെയാണ് ടെസ്റ്റ് ലബോറട്ടറികളിലൊക്കെ നമ്മൾ കണ്ടാൽ അറിയാം. അവിടെയൊക്കെ ചില കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെയൊക്കെ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് റിസൾട്ടുകൾ ഡയഗ്നോസിസ് രോഗനിർണയം ഒക്കെ നടത്തുന്നത്. അവിടെയും എന്താണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും അല്ലെ ലീക്ക് ഔട്ടുകൾ, കെമിക്കൽസിന്റെ ലീക്ക് ഔട്ട് വരാം. ഷാർപ്സ് എന്ന് വായിച്ചു കഴിയുമ്പോ അതായത് ഹോസ്പിറ്റലിൽ നമുക്കറിയാം കൂർത്ത കുറെ അല്ലെ എക്യുപ്മെന്റ്സുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. ഹോസ്പിറ്റലില് പേനയും പെൻസിലും മാത്രം, പേനയും പെൻസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ല. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് നമുക്കറിയാം
അവിടെ ഓക്കെ ഒരുപാട് ഹോസ്പിറ്റലില് ഒരുപാട് എന്താണ് സിസേഴ്സും നീഡിലും അതേമാതിരി തന്നെ പെൻ പോലെയുള്ള കത്തികളും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതും അല്ലെ നമുക്കറിയാം ഏതെങ്കിലും രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് ഓരോ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞതാണ്. ഏതെങ്കിലും രീതിയിലൊക്കെ ആ ഷാർപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ താഴേക്ക് അറിയാതെ വീഴുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്ററൊക്കെ കൈകാര്യം ചെയ്യാനതൊക്കെ ആയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ട്. ദെൻ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതായത് നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള സംഭവങ്ങൾ അല്ലെ അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റേഡിയേഷൻ ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അവിടെ റേഡിയേഷൻ നടത്തേണ്ടി വരുമ്പോഴും ചെറിയ തോതിലെങ്കിലും ലീക്ക് ഔട്ടുകൾ സംഭവിച്ചാല് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ ഓർഗാനിക് മെറ്റീരിയൽ, അതായത് നമുക്കറിയാം ഗവേഷണ കാര്യങ്ങൾക്ക് അല്ലെ ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ജൈവ സാമഗ്രികൾ അത് അതിൽ നിന്ന് അല്ലെ ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസിസ് പർപ്പസ്. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് സൂക്ഷ്മജീവികളുടെ അതൊക്കെ കണ്ടെത്തിയിട്ട് അല്ലെ എന്ത് വൈറസ് ആണ് അല്ലെങ്കിൽ എന്ത് ബാക്ടീരിയ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, ഈ രോഗത്തിന് കാരണഹേതുവായ ബാക്ടീരിയ ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോഴും എന്താണ് ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ടുകൾ അതിലുള്ള അണുക്കള് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫംഗസോ വൈറസോ ബാക്ടീരിയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ പുറത്തേക്ക് ചാടാനും അല്ലെ അസുഖങ്ങളൊക്കെ അതുവഴി എല്ലാവർക്കും അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അതായത് ഹോസ്പിറ്റൽ മേ യൂട്ടിലൈസ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് സച്ച് ആസ് മെർക്കുറി ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ എ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ്. നമുക്കറിയാം പണ്ട് കാലത്ത് ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അല്ലെ. പണ്ട് നമുക്കറിയാം ടെമ്പറേച്ചർ അല്ലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ എന്തുണ്ട്, തെർമോമീറ്ററിൽ നമ്മൾ സാധാരണയായിട്ട് അല്ലെ പഴയ കാലഘട്ടങ്ങളില് പനിയൊക്കെ അളക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനൊന്നും വിസിബിൾ ആയിട്ടുള്ളതൊന്നല്ല, അതിന്റെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ പണ്ട് കാലത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ അവര് നഴ്സുമാര് വന്ന് മെർക്കുറി അപ്പൊ അവര് വന്ന് ആ തെർമോമീറ്റർ വളരെയധികം ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് അതിന്റെ കറക്റ്റ് പൊസിഷനൊക്കെ നിലനിർത്തിയിട്ടാണ് ടെമ്പറേച്ചർ അളക്കുന്നത് അല്ലെ. അപ്പൊ അതിലൊക്കെ ഇത്തരത്തിലുള്ള മെർക്കുറി പോലെയുള്ള ലോഹങ്ങളൊക്കെ ഉണ്ട്. അതും നമുക്കറിയാം അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അശ്രദ്ധ മൂലം അത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ മെർക്കുറി സ്പ്രെഡ് ആവാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ മറ്റേതെങ്കിലും രീതിയിൽ അല്ലെ എന്തെങ്കിലും ഡയഗ്നോസിസും അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിലൊക്കെ ലെഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്കറിയാം ബൾക്കായിട്ടൊന്നും അതിലൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ചെറുതാണെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ ടിക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഡേഞ്ചറാണ് അല്ലെ, അപകടമാണ്. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ, അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് വായിച്ചു നോക്കാം. യാണോ ജസ്റ്റ് ഞാൻ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ഹെഡിങ്സ് മാത്രം ജസ്റ്റ് ഇതില് ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രമേ ഇവിടെ ജസ്റ്റ് ഒരു സെന്റൻസ് ബേസിൽ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. അല്ലേ ഓക്കെ നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് അടുത്ത ഒരു ഇതിലേക്ക് വരിക. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് നമ്മളിപ്പോ ഒരു ലീക്കേജ് സംഭവിച്ചു, ഇങ്ങനെയുള്ള ലീക്കേജുകൾ ഉണ്ട്, എവിടെയൊക്കെ ലീക്കേജുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റ് അല്ലെ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകൾ എന്നുള്ള ടൈപ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ അല്ലെ ഇങ്ങനെയുള്ള വേസ്റ്റ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് വരുന്നത്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് is one of the important aspect of waste management in hospitals, as it can have serious after effect if not managed properly.
അതായത് നമുക്ക് തന്നെ അറിയാം അല്ലെ, ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണല്ലേ. വേസ്റ്റ് മാനേജ്മെന്റില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് തന്നെയാണ് എന്ത്, ലീക്കേജ്, സ്പില്ലേജ് വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം വേറെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ അതിനേക്കാളും ഈ ചെറിയ ചെറിയ ഈ പറഞ്ഞ ബ്ലഡും ഫ്ലൂയിഡ്സും അതിന്റെയൊക്കെ ചെറിയ ലീക്ക് ഔട്ട് എന്ന് പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. കെമിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിറ്റിലായിരിക്കും, കുറച്ചായിരിക്കും. പക്ഷെ ഒരു കുറച്ചേ ഉള്ളൂ എങ്കിലും അതിന്റെ അപകടാവസ്ഥ വളരെ വലുതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതിന്റെ ആ ലിങ്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിന് പ്രധാനപ്പെട്ട ഒരു സാധ്യത കൂടുതലാണ്. കാരണം അതിന്റെ ആ ഒരു കൈകാര്യം ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് നല്ല കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിലെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലെ, ഇൻഫെക്ഷൻ ഒന്നും വരാതെ റൺ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ്, ഡാഷ് ഈസ് വൺ ഓഫ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ലീക്കേജ് വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ സ്റ്റെപ്സിലേക്ക് നോക്കാം. എന്താണ് പറയുന്നത്, അത് സീരിയസ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. അതിന്റെ സ്റ്റെപ്സിൽ നോക്കാം. ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. എന്തെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്പോൺസ്, അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാവുന്ന ഒരു റെസ്പോണ്ട് പ്ലാൻ അറേഞ്ച് ചെയ്യണം. ഹോസ്പിറ്റൽസ് ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ പ്ലേസ് ഫോർ റെസ്പോണ്ടിങ് ടു ലീക്കേജ് which identify the type of spillage, evaluate the risk and carry out the apt measure to contain and clean up the leakage. അതായത് ഇങ്ങനെ ഒരു ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു റെസ്പോൺസ് പ്ലാൻ, അതിനോട് പ്രതികരിച്ചിട്ടൊരു ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇനി ആ പ്ലാനിങ്ങിന്റെ ഉദ്ദേശം എന്താണ്, ആ ഒരു പ്ലാനിങ്ങില് അതിന്റെ ഫസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. മെർക്കുറി സ്പില്ലേജ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കല് അങ്ങനെയുള്ള ലബോറട്ടറികളിൽ എന്തെങ്കിലും സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡിന്റെ എന്തെങ്കിലും സ്പില്ലേജ് ആണോ, അല്ലെങ്കിൽ ലീക്കേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്. അതപ്പോ ആദ്യം തന്നെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദെൻ ഇവാലുവേറ്റ് ദ റിസ്ക്. നമുക്കറിയാം ഇപ്പൊ ഒരു കെമിക്കൽ ആണ് ചെറിയ ലീക്ക് ഔട്ട് സംഭവിച്ചിരിക്കണമെങ്കിൽ അതിന് കൂടുതൽ റിസ്ക് കൂടുതലാണ് അല്ലെ, അതിന് ഡേഞ്ചറസ് കൂടുതലാണ്. അത് മാത്രമല്ല റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ആണ് ലീക്ക് ഔട്ട് സംഭവിക്കണമെങ്കിൽ അത് കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു മാറ്റർ ആണ്. അതേസമയം ചെറിയ ചെറിയ രീതിയിലുള്ള ബ്ലഡിന്റെയോ അല്ലെങ്കിൽ നമുക്കറിയാം ചില ബ്ലഡിന്റെ ഒക്കെ ചെറിയ ലീക്ക് ഔട്ട് HIV പോലെയുള്ള ബ്ലഡ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതില് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ലീക്കേജ് ആണ്, അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അടുത്തതായിട്ട് കണ്ടെത്തണം. ആദ്യം തന്നെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് കണ്ടെത്തണം. റെസ്പോൺസ് പ്ലാനിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ്. ദെൻ നെക്സ്റ്റ് എവാലുവേറ്റ് ദ റിസ്ക്, ആ റിസ്ക് എത്രത്തോളം എന്ന് വിലയിരുത്തണം. അതിന്റെ ക്യാരി ഔട്ട് ആക്റ്റീവ് മെഷർ ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ സ്പില്ല്. അതായത് ഈ ഒരു വേസ്റ്റ് അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഷർമെന്റ്, അത് എന്തുകൊണ്ട് വലിച്ചെടുക്കാം എന്ന് അത് മൊത്തം ക്ലീൻ ചെയ്യാൻ എന്തുപയോഗിച്ച് നമുക്കത് മെഷർ അത് കൈകാര്യം ചെയ്തെടുക്കാം എന്ന് മെഷർ ചെയ്യണം. അതിന്റെ ക്ലീൻ അപ്പ് ദ ലീക്കേജ്, അതിനുശേഷം എന്താണ് അത് ക്ലീൻ ചെയ്യാനുള്ള നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ മോസ്റ്റ്ലി എന്താണ് അവിടെ പ്രധാനമായിട്ടും വേണ്ടത്, ഇങ്ങനൊരു ലീക്കേജ് സംഭവിക്കുമ്പോൾ ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേന്നോ? ഓക്കെ, നമ്മുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലും ഒരു ക്ലാസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാതെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് വരരുതെന്ന് അല്ലെ, അത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോ ചെറിയ വെള്ളമാണ് പോകണമെങ്കിൽ എന്താണ്
നമ്മൾ അത് തുടയ്ക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ആദ്യം തന്നെ എടുക്കുക. അതേസമയം ചില്ലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അത് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അത് ആണെങ്കിൽ നമ്മൾക്ക് അവിടേക്ക് ഓടി പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാലും ഇൻ കേസ് വെള്ളമാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് വന്നാൽ തെറ്റി വീഴുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താണ് അവിടേക്ക് പതിയാണെങ്കിൽ കൂടിയും ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയാണെങ്കിൽ കൂടി പിള്ളേരെ പ്രവേശിക്കാനായിട്ട് അനുവദിക്കില്ല അല്ലെ. കാരണം എന്താണ് ചില്ലുകൾ എവിടെയാണ് പൊട്ടിക്കിടക്കണേന്ന് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ആ സമയം അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്പോൺസ് പ്ലാൻ അല്ലെ അവിടെ വരികയാണ്. അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് എന്താണ് അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് എവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അത് ആപ്റ്റ് മെഷർമെന്റ് അല്ലെ അത് കണ്ടെയ്ൻ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ വലിച്ചെടുക്കുകയാണ്. അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എന്താണെന്ന് മെഷർ ചെയ്യുന്നു. ദെൻ ക്ലീൻ അപ്പ് അതിനുശേഷമാണ് അത് ക്ലീൻ ചെയ്യാനുള്ള നടപടികളൊക്കെ എടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതായത് നമ്മളിപ്പോ കണ്ടെത്തിയ ഒരു സംഭവം കൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കണം എന്നുള്ളത് കണ്ടെത്തി അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് ആ ലീക്കേജ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്ത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിന് മതിയായ ഒരു സംഭവം വേണം അല്ലെ. അതാണ് ജസ്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ് സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. അതായത് ഈ ഒരു ലീക്കേജ് അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അത് നമുക്ക് എന്താ പറയുക അവിടെ ക്ലീൻ ചെയ്യുന്ന വ്യക്തികൾക്കും അപകടമൊന്നും വരാൻ പാടില്ല അല്ലെ. അല്ലെങ്കിൽ അവിടെ അവർക്കും അപകടം വരാൻ സാധ്യതയുള്ള മാറ്റേഴ്സ് ആണ് എങ്കിൽ അതിനൊരു പ്രിവെൻഷൻ മുൻകരുതൽ എടുത്തിട്ട് വേണം അവർ അവിടേക്ക് പോയി അത് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെ. ശരിയല്ലേ. ഹോസ്പിറ്റലാണെങ്കിലും ഏതൊരു പേഴ്സണും അവനവന്റെ ലൈഫ് പ്രധാനപ്പെട്ട തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു പേഴ്സൺ ക്ലീൻ ചെയ്യുന്ന പേഴ്സൺസിന് മുൻകരുതൽ എടുത്തിട്ട് വേണം അവിടേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോവാനായിട്ട് പാടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്താണ് അവർക്ക് മതിയായ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ആ സ്പില്ലേജ് റെസ്പോൺസ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. സച്ചാസ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളാന്ന് പറയുന്നത് ഈ ഒരു ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെ അവിടെ വീണിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് നിർമ്മാലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബ്സോർബന്റ് പാഡ്സ് അതായത് ആഗിരണം ചെയ്യാൻ പറ്റുന്ന വലിച്ചെടുക്കാൻ പറ്റുന്ന പാഡ്സുകൾ കൊടുക്കണം. തന്നെ ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക് അവർക്ക് ഗ്ലൗസ് വെച്ചിട്ട് അല്ലെ ഗ്ലൗസ് കൈകളിലൊക്കെ ആണെങ്കിലും ആവാതിരിക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഗ്ലൗസുകൾ, ദെൻ ഗൗണ് അല്ലെ ധരിക്കേണ്ട വസ്ത്രങ്ങള് ആൻഡ് മാസ്ക്. ഓക്കെ അത് എല്ലാം തന്നെ മാസ്ക് ഒക്കെ നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് നമ്മൾ ഒറ്റ ലെവലിൽ പറയും അല്ലെ. ഒറ്റ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് ആയിരിക്കണം അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അവർ പോകേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യണം നൽകണം എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. അതായത് ഇത്തരത്തിലുള്ള ലീക്കേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ് ഒക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ആരെങ്കിലും മുതിരോ ഇല്ല അല്ലെ. ഇത്തിരി കൂടി മുതിർന്നവരായിരിക്കും അത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ മാതിരി അതിന് ഇച്ചിരിയും കൂടി അല്ലെ ഒരു കൈകാര്യം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് തന്നെയായിരിക്കണം അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പോകേണ്ടത്. All hospital staff should be given training on how to respond to leakage and how to use leakage response equipment. അതായത് ഇത്തരത്തിലുള്ള ലീക്കേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു ട്രെയിനിങ് എല്ലാ സ്റ്റാഫിനും കൊടുത്തിരിക്കണം. ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതുമാതിരി തന്നെ ഈ ഒരു സ്പില്ലേജുകൾ കൈകാര്യം നമുക്കറിയാം ഒത്തിരി എക്യുപ്മെന്റ്സുകളുണ്ട് അല്ലെ ഉപകരണങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്. വ്യത്യസ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്ത പാഡുകളും വ്യത്യസ്ത ഉപകരണങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മതിയായ ട്രെയിനിങ്ങുകൾ സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് എന്താണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു പ്ലേസിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തു അല്ലെ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ മതിയായ കണ്ടന്റ് അല്ലെ മതിയായ ഒരു പാഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or leakage of liquid or other dangerous material is kept within a blockade. അതായത് നമ്മളത് ആ ഒരു കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് പോകാൻ പാടില്ല അല്ലെ. അത് വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞുകയും വേണം.
മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനും പാടില്ല. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ. എന്തെങ്കിലും ഒരു ലീക്കൗട്ട് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അബ്സോർബന്റ് പാഡ് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുകയും വേണം. അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുക ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അത് ഇൻ കേസ് ലിക്വിഡ് ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആവാം ഈ സ്പില്ലേജ് സംഭവിക്കുന്നത്. ഓക്കെ, സ്പ്രെഡ് ചെയ്യാതെ നോക്കുകയും വേണം. അതാണ് അവിടെ ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. കെപ്റ്റ് വിത്തിൻ എ ബ്ലോക്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുകയും വേണം. That means a spill containment actually stopping and preventing a spill from spreading. ആ ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് അല്ലെ. നമ്മള് ആ ഒരു സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു പാഡ് കൊണ്ട് തന്നെ മോസ്റ്റ്ലി അല്ലെ നമുക്കത് കാറ്റ് ചെയ്ത് എടുക്കാൻ പറ്റണം. then എന്താണ് പ്രിവെന്റിങ് എ സ്പില്ല് ഫ്രം സ്പ്രെഡിങ്, മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. then the fifth ലാസ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. അതായത് നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ ലീക്കേജുകളെ കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് അതിന്റെ ആ വേസ്റ്റുകളെല്ലാം എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അതായത് ഹോസ്പിറ്റലിൽ അതിൻ്റെതായ നയങ്ങളുണ്ട്. അതേമാതിരി തന്നെ ലോക്കൽ നമുക്കറിയാം പ്രാദേശികമായ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വച്ചുകൂട്ടി ഒന്നിച്ചൊന്ന് കത്തിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ച് കത്തിച്ചൊന്നും കളയാനൊന്നും പറ്റില്ല. അത് എന്തെങ്കിലും അല്ലെ ഇത്തിരി ഡേഞ്ചറസ് ആണ് എങ്കിൽ അതിന്റെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളും അവരുടെ അനുമതികളൊക്കെ വേണമെങ്കിൽ ആ അനുമതിക്ക് ശേഷം മാത്രമേ അത് നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചിട്ട് നമുക്കറിയാം ഓരോരോ വേസ്റ്റുകൾ നമുക്കറിയാം എവിടെ ചെന്നാലും അല്ലെ ഹോസ്പിറ്റലിന്റെ ഏത് ഭാഗത്തും അവര് സെപ്പറേറ്റ് ബിന്നുകൾ ഉണ്ടാവും അല്ലെ. ഇത് ഇച്ചിരി കൂടി ഇന്നിന്റെ വേസ്റ്റുകൾ ഇടാനുള്ള ബിന്നാണ്, ഇത് ഇന്നിന്റെ വേസ്റ്റ് ഇടാനുള്ള ബിന്നാന്നൊക്കെ അതമ്മ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടാണ് വേസ്റ്റുകളൊക്കെ അതിൽ നിക്ഷേപിക്കുന്നതും അതനുസരിച്ചിട്ട് അവർ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം തന്നെ ആ ഒരു രീതി തന്നെ ഇവിടെയും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ചില ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ അത്രയും ഹസാർഡ് വേസ്റ്റ് അല്ലെ അപകടകരമായുള്ള വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും. അതാണ് ഹോസ്പിറ്റൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസിലെ ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിക്ഷേപിക്കാം. ഇൻ കേസ് ചില വേസ്റ്റുകളെല്ലാം മൊത്തമായിട്ട് നശിപ്പിക്കണമെങ്കിൽ ചിലപ്പോ അല്ലെ നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ പെർമിഷനൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ലോക്കൽ റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ 5 സ്റ്റെപ്സ് വായിച്ചു നോക്കാം. ലാസ്റ്റ് 5th പോയിന്റും ഇടയ്ക്കിടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി അല്ലെ പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതും അല്ലെ ഡാഷ് എന്നുള്ള രീതിയിൽ ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ഡാഷ് ആൻഡ് അല്ലെ ഹോസ്പിറ്റൽ പോളിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ് അല്ലെങ്കിൽ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഡാഷ് എന്ന് വന്നാലും എന്താണ് ഹോസ്പിറ്റൽ പോളിസികൾ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കണം ലീക്കേജ് വേസ്റ്റിന്റെ ആ ഒരു ഡിസ്പോസല് നടത്തേണ്ടത് എന്നുള്ളത്. ആ പോയിന്റ് അതുകൊണ്ട് നോട്ട് ചെയ്യാം. സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ആദ്യം തന്നെ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ട്. then എന്താണ് അതിന്റെ മതിയായ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. then എന്താണ് അത് സ്പ്രെഡ് ചെയ്യാതെ അല്ലെ അതിന് ബ്ലോക്കേഡ് ആയിട്ട് ഒരു മെറ്റീരിയൽസ് എന്താണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാഡുകൾ ഉപയോഗിക്കുക. ഒപ്പം അവിടെ സ്പ്രെഡ് ചെയ്യാതെ നോക്കണം എന്നുള്ളത്. then എന്താണ് വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പോളിസികളുടെയും ലോക്കൽ റെഗുലേഷൻസിന്റെയും രീതി അനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റിലേക്ക് പോകാലോ? അയച്ചു നോക്കണോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കേളിയോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിന്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് ആണ് നമുക്ക് ആദ്യം നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. അതായത് അല്ലെ, ബ്ലഡും അതുമാതിരി തന്നെ ശരീരത്തിന്റെ മറ്റു ദ്രാവകങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ ലീക്ക് ഔട്ടുകൾ അല്ലെങ്കിൽ സ്പില്ലേജുകൾ, അത് കളക്ട് ചെയ്യുമ്പോഴുള്ള സ്പില്ലേജുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. Okay, blood and body fluids leakage waste can cause infections, the diseases and proper management is pivotal. അതായത് ഇതിന്റെ അല്ലെ ബ്ലഡിന്റെയും ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ലീക്കേജുകൾ, അത് ഇൻഫെക്റ്റിയസ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാംക്രമിക രോഗങ്ങൾ അല്ലെ അത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ചെറിയ ചെറിയ കണങ്ങൾ എവിടെയെങ്കിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് അല്ലെ ഇച്ചിരി ഓവർഫ്ലോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൂടുതൽ സാംക്രമിക രോഗങ്ങളൊക്കെ വരാനായിട്ട്, അതായത് പകർച്ചവ്യാധികളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് പിവോട്ടൽ. പിവോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട അല്ലെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ആ ഒരു നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. A body fluid as any fluid found in produced by or excreted from the human body which includes blood, urine, feces. Okay, അത് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ആ സെന്റൻസിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്ലൂയിഡ് അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ദ്രാവകങ്ങളൊക്കെ അത് ചിലപ്പോ ആണെങ്കിൽ നമുക്കറിയാം അത് എക്സ്ക്രീറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറന്തള്ളുന്നതായിരിക്കും അല്ലെ, ശരീരം പുറന്തള്ളുന്നതായിരിക്കും അല്ലെങ്കിൽ ശരീരം ഉത്പാദിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഏത് തരത്തിലുള്ള ദ്രാവകങ്ങൾ നമുക്കറിയാം, ഒരു കണ്ണുനീരാണെങ്കിലും വേർപ്പാണെങ്കിലും എന്താണ് നമ്മുടെ സലൈവ അല്ലെ ഉമിനീരാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അത് ചിലതൊക്കെ എല്ലാം തന്നെ ആവശ്യമാണ് അല്ലെ, വേർക്കാത്തതാണെങ്കിലും പ്രശ്നമാണ്, ഉമിനീരില്ലാത്തതാണെങ്കിലും പ്രശ്നമാണ്, കണ്ണുനീരില്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷെ അത് ചില സമയത്തൊക്കെ എന്താണ് അണുക്കൾ നിറഞ്ഞതൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ശരീരം ഉത്പാദിപ്പിക്കുന്നതും പുറന്തള്ളുന്നതുമായിട്ടുള്ള ഫ്ലൂയിഡ്സുകളാണ്. അത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ അത് എന്തെങ്കിലും അസുഖങ്ങൾ അണുക്കളൊക്കെ നിറഞ്ഞതാകുമ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, ലീക്ക് ഔട്ടുകളൊന്നും വരാൻ പാടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ബോഡിയിലെ കുറച്ച് ഫ്ലൂയിഡ്സുകളാണ് താരം പറയുന്നത്. ബ്ലഡ് നമുക്കറിയാവുന്നതാണ്, യൂറിൻ അല്ലെ നമ്മുടെ മൂത്രം, ഫീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോഷൻ, സലൈവ എന്ന് പറയുമ്പോൾ ഉമിനീര്. ആർക്കെങ്കിലും ജസ്റ്റ് അറിയാൻ പാടില്ലാത്ത വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. കുറെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ചിലത് മാത്രമാണ് കേൾക്കാത്തത് അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ബ്ലഡ്, യൂറിന്, ഫീസസ്, ദെൻ സലൈവ, ടിയേഴ്സ്. ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണുനീര് അല്ലെ, കണ്ണുനീര്. അവിടെ നെക്സ്റ്റ് ഭാഗം ഒന്ന് വെട്ടിക്കണ്ണീര്, ടിയേഴ്സ്, ദെൻ ബ്രീസ്റ്റ് മിൽക്ക് നമുക്കറിയാം, മുലപ്പാല് അല്ലെ. ദെൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ടിഷ്യൂവില് അടങ്ങിയിരിക്കുന്ന കാണുന്ന ഒരു ദ്രാവകമാണ്. ശരിക്കും പറഞ്ഞാൽ കളറില്ലാത്ത ഒരു ദ്രാവകമാണ് അത്. ചില സമയങ്ങളിൽ അസുഖങ്ങളൊക്കെ ബാധിക്കുമ്പോൾ അല്ലെ, അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന്റെയൊക്കെ ചില ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കി എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതായത് അത്തരത്തിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്താന്ന് വെച്ചാൽ CSF എന്നാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ചെറിയ ഇടയ്ക്കെങ്കിലും ചിലപ്പോഴൊക്കെ റയറായിട്ടൊക്കെ ഈ ചെറിയ ഷോർട്ട് ഫോമുകളൊക്കെ ചോദിച്ച് സാധ്യത കൂടുതലുള്ള കാരണം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോരെ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF എന്നുള്ളത്. CSF എന്നുള്ളത് എന്താന്ന് വെച്ചാൽ തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ടിഷ്യൂവിനുള്ളില് കാണുന്ന വ്യക്തവും നിറമില്ലാത്തതുമായ ശരീര ദ്രാവകമാണത്. ചില അല്ലെ കേസുകളിൽ നമുക്കറിയാം ആ ദ്രാവകം അടിഞ്ഞുകൂടി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ സംതിങ് അല്ലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് കളക്ട് ചെയ്ത് ടെസ്റ്റിനൊക്കെ വിധേയമാക്കിയിട്ടാണ്
അവരെ ഡയഗ്നോസിസ് രോഗനിർണയമൊക്കെ നടത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ദെൻ സെമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരുഷന്മാരുടെ റീപ്രൊഡക്ഷൻ, ദെൻ വാഗിനൽ ഫ്ലൂയിഡ്, സ്ത്രീകളുടെ റീപ്രൊഡക്ഷൻ സംഭവം, ദെൻ അനിമോട്ടിക് ഫ്ലൂയിഡ്. ദെൻ അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് ആണ്. ദെൻ എന്താണ് വെലൂറിയൽ ഫ്ലൂയിഡ്. വെലൂറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ശ്വാസകോശ ദ്രവകം അല്ലെ, അവിടെയും നമുക്കറിയാം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് അവിടെയും ഫ്ലൂയിഡുകളൊക്കെ ഉത്പാദിപ്പിക്കുന്ന കൂടുതൽ നമുക്കറിയാം ജലദോഷവും സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ഫ്ലൂയിഡ്സ് കൂടുതൽ ഇച്ചിരി കൂടി അണുക്കൾ നിറഞ്ഞതാവും. ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയിട്ടൊക്കെയാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലൂയിഡ്സ്. then എന്താണ് നെക്സ്റ്റ് എന്താണ് ഫ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെ. ഫ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നതും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്താണ് ശ്വാസകോശ ദ്രാവകം. then പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നീർവീക്കം, എന്തെങ്കിലുമൊക്കെ നീർക്കെട്ടുകൾ വരൂലേ, അപ്പൊ അത്തരത്തിലുള്ള ഫ്ലൂയിഡ്സ് അത് നീർവീക്കമാവാൻ ചിലപ്പോൾ മാരടത്തിലോ എവിടെയെങ്കിലൊക്കെ നീർവീക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അസുഖങ്ങൾ വരാം. അപ്പൊ അതും എന്താണെന്നുള്ള ടെസ്റ്റിന് വിധേയമാക്കിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിനെല്ലാം എന്താണ് ഈ കളക്ഷൻ ആവശ്യമാണ്. ഈ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇത് കളക്ട് ചെയ്യാം അല്ലെ. നമുക്കിപ്പോ ജലദോഷം കൂടിയാലും അതല്ലെങ്കിൽ എന്താണ് നമുക്ക് അല്ലെ കണ്ണുനീരാണെങ്കിലും വളരെയധികം ചൊറിച്ചിലും ഇതൊക്കെ ആണെങ്കിലും ജസ്റ്റ് എല്ലാത്തിനും നമ്മൾ എന്താണ് മാറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് അത് ടെസ്റ്റിനൊക്കെ വിധേയമാക്കുന്നത്. നാച്ചുറലി നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും അത് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ചില സമയങ്ങളിലാണ് അത് അണുക്കൾ നിറഞ്ഞതാകുന്നത്. അപ്പൊ അതെല്ലാം ടെസ്റ്റിന് വിധേയമാക്കിയതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ടെസ്റ്റിന് എടുക്കുമ്പോഴൊക്കെ ചെറിയ ലീക്ക് ഔട്ടുകളൊക്കെ വരാം. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ദ്രാവകങ്ങൾ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ സഹിതം വിവരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ബൈൽ അല്ലെ, പിത്തരസം, ദെൻ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞാൽ ദഹന രസം, ദെൻ വൊമിറ്റ് ആൻഡ് ബസ് അല്ലെ, പഴുപ്പും അതേമാതിരി ഛർദില് അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ് അതല്ലേ പുറന്തള്ളുന്നതൊക്കെയാണ്. ഛർദിയൊക്കെ വരുമ്പോൾ നമ്മള് ശരീരത്തിന് പറ്റാതെ ആവുമ്പോൾ അത് പുറന്തള്ളുകയാണ് അല്ലെ, പഴുപ്പുകൾ തറയുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് മാറ്റി കളയണം അല്ലെ, നമ്മുടെ ശരീരം സുഖമാകണമെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അത് അണുക്കൾ നിറഞ്ഞതൊക്കെ ആവാനായിട്ട് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ എന്താണ് പ്രധാനമായിട്ടും ലീക്കേജോ അല്ലെങ്കിൽ സ്പില്ലേജ് ഒക്കെ സംഭവിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജിൽ എന്തൊക്കെ പെടാം എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാം. ഓക്കെ, സലൈവ എന്ന് പറയുമ്പോ ഉമിനീര്. ഇനി എന്തെങ്കിലും യൂറിൻ ആണെങ്കിലും ഫീസസ് ആണെങ്കിലും അല്ലെ, അത് ഡെയിലി നമ്മുടെ റൂട്ടീൻ ലൈഫിൽ നമ്മൾ പുറന്തള്ളുന്നതാണ്. പക്ഷെ ചില ദഹനീയ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മലർ ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ കേസുകളിലാണ് അല്ലെ. അപ്പൊ അത് ടെസ്റ്റിന് വിധേയമാക്കിയൊക്കെ കളക്ട് ചെയ്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ട് ആണെങ്കിലും അതിൽ അണുക്കൾ ഉണ്ടാകുമെങ്കിലും അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെ ഇൻഫെക്ഷൻ അല്ലെ കൂടുതൽ വരാനായിട്ട്, സാംക്രമിക രോഗങ്ങൾ വരാനൊക്കെ ആയിട്ട്, അതായത് പടർന്നു പിടിക്കാവുന്ന രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, കിട്ടിയോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയപ്പോ ചിലർക്കൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്കൊക്കെ ഇതെല്ലാം അറിയാവുന്നതുമായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താന്ന് കണ്ടു, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് അല്ലെ, അത് വരാനുള്ള സാധ്യത എന്താന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പുകളാണ് അവിടെ പോയിന്റ് ആയിട്ട് വിവരിക്കുന്നത്. നോക്കാം. വേറെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്പില്ലേജ് ഒക്കെ സംഭവിച്ചു പോയി അല്ലെ, അങ്ങനെ ഉണ്ടായെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടായിരിക്കണം നമ്മൾ കണ്ടായിരുന്ന സ്റ്റെപ്പില് ഇങ്ങനെയുള്ള ഇതിൽ വരുമ്പോൾ സ്പില്ലേജ് എന്താണോ അതിനനുസരിച്ചിട്ട് തന്നെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം അല്ലെ. അത് മസ്റ്റായിട്ടും ഹോസ്പിറ്റലുകാരെ പ്രൊവൈഡ് ചെയ്യണം ഇങ്ങനെയുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടി, അത് റിമൂവ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സെന്റൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. അത് എപ്പോഴും മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. സജാസ് അതിലെന്തൊക്കെ പെടാം? ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ് ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലിക്വിഡിന്റെ അല്ലെ സ്പില്ലേജോ അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. അതായത് ഗ്ലൗസുകൾ ധരിക്കണം, ഗൗൺ ധരിക്കേണ്ട ഡ്രസ്സുകൾ ധരിക്കണം. അതേമാതിരി തന്നെ ഫേസ് ഷീൽഡ് അല്ലെ, നമുക്കറിയാം ഷീൽഡ് നമ്മളിപ്പോ കൊറോണയ്ക്കൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് കൊറോണ ടൈമിലാണ് ഫേസ് ഷീൽഡൊക്കെ ഓർമ്മ വരുന്നത്. അത്തരത്തിലുള്ള ഷീൽഡ് ധരിക്കണം. Then before approaching the spillage to prevent contact with the liquid, അത്തരത്തിലുള്ള ലിക്വിഡ് കളക്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. Then next ഇത് നോക്കാം, കണ്ടെയ്ൻ ദ സ്പില്ല്. എന്താണ് ഇതും നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ പോയിന്റ് ആണ്. അതായത് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ സച്ച് ആസ് പേപ്പർ ടവൽസ് ഓർ അബ്സോർബന്റ് പാഡ്സ് കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമ്മൾ പറഞ്ഞു അത് എവിടെ അല്ലെ എന്തെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്ത് അല്ലെ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടവലുകളോ അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴെന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? അത് ആ ഒരു സ്പില്ലേജുകൾ എല്ലാം തന്നെ അതിലേക്ക് ആഗിരണം ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. To dispose of the material, put them in a bag or container marked biohazard. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് പോവാ. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അത് നമ്മൾ കളക്ട് ചെയ്ത് അല്ലെ പാഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടവലുകൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതെന്താണ് അതൊരിക്കലും സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ള ആ വേസ്റ്റുകൾ ആ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറയുന്നത്? കണ്ടെയ്നർ മാർക്കഡ് ബയോഹസാർഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. അപ്പൊ ഇത് വ്യത്യസ്ത തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് വരും. ചില ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളാണ് അല്ലെ ക്ലീൻ ചെയ്യുന്നെങ്കിൽ ആ മെറ്റീരിയൽസ് ഒക്കെ ഹസാർഡ് വേസ്റ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് എവിടെ നിക്ഷേപിക്കണമെന്നാ പറയുന്നത്? ആ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെ എന്ത് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം? ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഡൽഹി നിങ്ങളാരും? ഹലോ, ഒന്നാമത്തെ ഈ വേസ്റ്റ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ വേറെ ലോകത്തേക്ക് എല്ലാവരും പോകും. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ബയോഹസാർഡ് മാർക്ക് ഓക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ മാർക്ക്, അതൊന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സമയം വേണ്ടി വന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബയോഹസാർഡ് വേസ്റ്റ് അല്ലെ അത് അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള ബയോഹസാർഡ് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. ആ പോയിന്റ് മാർക്ക് ചെയ്ത് പോവാ. ഇഫ് ദർ എനി ഗ്ലാസ് പീസസ് പ്രസന്റ് മോർ പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ. ഇൻ കേസ് നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ കളക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബില് അതില് ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബ് പാടി പൊട്ടിപ്പോയി എന്ന് വെച്ചു, അവിടെ ഒരു ഗ്ലാസ്സുകൾ അല്ലെ അവിടെ നമ്മുടെ ചില്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത് കളക്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ കൈയൊക്കെ മുറിയാതെ അല്ലെ ഗ്ലൗസുകളൊക്കെ ആണെങ്കിലും അതൊന്നും മുറിഞ്ഞു പോവാതിരിക്കുന്ന തരത്തിൽ നമുക്കറിയാം. ഗ്ലൗസ് ഒക്കെ എന്തെങ്കിലും മുറിവും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബോഡിയിലേക്ക് അല്ലെ ബോഡി മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ അണുക്കള് പ്രവേശിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കൂടി പ്രിക്കോഷനോട് അല്ലെ മുൻകരുതലോടുകൂടി വേണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഇഫ് there any glass pieces present, more precautions should be taken. Then next പോയിന്റിലേക്ക് പോവാം, disinfect the area.
അതായത് നമ്മളിപ്പോ ജസ്റ്റ് അതെന്താണ് സ്പില്ല് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. ആ സ്പില്ല് എങ്ങനെ അതിന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേക്കുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അത് ബയോഹാസാർഡ് വേസ്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത് വരെ നമ്മൾ എത്തി. ഇനി ആ ഭാഗം നമ്മൾ ഒന്നും കൂടി അല്ലേ, ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. എന്നാലും ആ ഒരു എവിടെയാണോ പറ്റി പിടിച്ചിരിക്കുന്നത് ആ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ അണുക്കളെ നശിപ്പിച്ച് കളയും അല്ലെ. അവിടെയുള്ള അണുക്കളെ, സൂക്ഷ്മ അണുക്കളായിരിക്കും, അതുകളെയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയണം. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഡിസ്ഇൻഫെക്ട് ദ ഏരിയ, അണുവിമുക്തമാക്കുക. ആ ഏരിയ അണുവിമുക്തമാക്കുക. അതെങ്ങനെയാക്കുന്നത്? ആൻ ആഡിക്വേറ്റ് എലിവേഷൻ ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ യൂസിങ് 1% hypochlorite solution in case of blood and body fluid samples. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഇപ്പോ ചില ബാക്ടീരിയകൾ എന്താണ് പോസിറ്റീവ് ഗ്രാം അല്ലെ, പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. കാരണം അതിന്റെ ആ ഒരു പ്രത്യേകത അല്ലെ, അവരുടെ ബാക്ടീരിയകൾക്ക്, ചില ബാക്ടീരിയകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ അല്ലെ, ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കാം. ആൻ ആഡിക്വേറ്റ് എലിവേഷൻ ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ആ ഭാഗമൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷന്റെ ഭാഗവും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. റെയർ ആയിട്ടെങ്കിലും ചിലപ്പോ എന്താണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് അതിലെ അണുക്കളെ നശിപ്പിക്കാൻ, ഡിസ്ഇൻഫെക്ട് ഏരിയ ആക്കാനുള്ള സൊല്യൂഷന്റെ പേര് എങ്ങാനും ചോദിച്ചാൽ ആർക്കെങ്കിലും കാണാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഓർമ്മയിൽ വെക്കുക. Then use a disinfectant solution to cleanse the affected area completely using active solution, example chlorine releasing agent, emitted by the manufacturer's directive for the proper concentration and contact time of the disinfectant. അതായത് നമ്മളിപ്പോ ഈ അണുവിമുക്തമാക്കി ഈ ഒരു സംഭവങ്ങൾ അല്ലെ, അവിടുത്തെ ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ നമ്മൾ എന്തായാലും വീണ്ടും നമ്മൾ അവിടെ ഒന്നുകൂടി വാഷ് ചെയ്യണം അല്ലെ. നമ്മൾ ഏതെങ്കിലും ക്ലോറൈഡ് കലർന്ന ഏതെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് വീണ്ടും അവിടെ ഡിസ്ഇൻഫെക്ട് അല്ലെ ആ ഒരു ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് അല്ലെ. അവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിറ്റർജന്റ് ഉപയോഗിക്കുകയാണെങ്കിലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവർ പറയും ഇന്ന ഇത്രയും ബക്കറ്റ് വെള്ളത്തിൽ ഇത്രയും കലക്കിയിട്ട് ഇത്ര സമയം കൊണ്ടാണ് നിങ്ങൾക്ക് അവിടുത്തെ അണുക്കളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഏതും മാനുഫാക്ചറർ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റില് ആ ഒരു നിർമ്മാതാക്കള് പറയുന്ന അത്രയും സമയം നമ്മൾ അവിടെ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ വെൽ ക്ലീൻ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ അതാണ് ആ പോയിന്റിൽ പറയുന്നത്. യൂസ് ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ ടു ക്ലീൻസ് ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി യൂസിങ് ആക്റ്റീവ് സൊല്യൂഷൻ, എക്സാമ്പിൾ ക്ലോറിൻ റിലീസിങ് ഏജന്റ് അല്ലെ. നമ്മളിപ്പോ ഈ പറഞ്ഞ സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും പെട്രോളും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും എന്താണ് തറയൊക്കെ ഒന്ന് വേറെ ഏതെങ്കിലും ഒരു ഇച്ചിരി കൂടി മണമൊക്കെ ഉള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യും അല്ലെ. അപ്പൊ അവിടെയെല്ലാം മാനുഫാക്ചേഴ്സ് എന്താണോ പറയുന്നത്, നിർമ്മാതാക്കൾ എന്താണോ പറയുന്നത് ആ രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും സമയം എടുത്തിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Then the area should be made clean using water and general purpose detergent allowed to air dry. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇതായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വരുന്നത് അല്ലെ. അവിടെ അണുക്കളൊക്കെ പറ്റിപ്പിടിച്ചതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചു. അതിനുശേഷം എന്തെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, അത് ആൽക്കഹോളല്ല ക്ലോറിൻ കണ്ടന്റ് ആയിട്ടുള്ള സംഭവം ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്തു. പിന്നെ എന്താണ് വീണ്ടും അവിടെ എന്താണ് ഫ്രഷ് ആയിട്ടുള്ള സാധാരണ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, അത് അവിടെ ഉണക്കി അല്ലെ, നമ്മൾ സാധാരണ നല്ല ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ ഉണക്കി അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പായിട്ടാണ് അവിടെ ക്ലീൻ ചെയ്ത് വരുന്നത്. Then get rid of waste. അതായത് all materials that comes into touch with the blood and body fluids spill should be discarded as a dangerous waste in a labeled biohazard bags or containers. In case നമ്മളിപ്പോ ഫ്ലോർ ഒക്കെ ഇങ്ങനെ ചെയ്യണേ, ചിലപ്പോ ചില വേസ്റ്റുകൾ നമ്മളിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവം ഒരു
അല്ലെ കവറുമൊക്കെയാണ് വീണ് ഈ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടർക്കീമയോ അല്ലെങ്കിൽ ഒരു അല്ലെ എന്തെങ്കിലും സംഭവത്തുമൊക്കെയാണ് ഒരു ബുക്കുമൊക്കെയാണ് വീഴുന്നത്, എന്തെങ്കിലും പേപ്പറുമൊക്കെയാണ് വീഴുന്നെങ്കിൽ എന്താണ് അതെല്ലാം വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്തൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. കൃത്യമായിട്ട് എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന ബയോ ഹസാർഡ് ബാഗ്സ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് തന്നെയായിരിക്കണം അങ്ങനെ ഏതെങ്കിലും മറ്റ് മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത്. റിഡ് എന്ന് പറയുമ്പോൾ മുക്തി അല്ലെ, മുക്തിയാകുക, വേസ്റ്റിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോറും കാര്യങ്ങളൊക്കെ വേസ്റ്റിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രം തന്നെ മറ്റേതെങ്കിലും വസ്തുക്കളുമേ ഇത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് വെറുതെ ഒന്നും അലക്ഷ്യമായിട്ട് വലിച്ചെറിയാനൊന്നും പാടില്ല. ലേബിൾഡ് ബയോ ഹസാർഡ് ബാഗ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. Then hand hygiene should be done. അതായത് എല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ നമ്മള് കൃത്യമായിട്ട് തന്നെ കഴുകി കൈയും കാലും ഇതൊക്കെ കൃത്യമായിട്ട് കഴുകി സൂക്ഷിക്കുക എന്നുള്ളത്. Then soft furnishing may be damaged by disinfectant products such as sodium hypochlorite. അതായത് ചെറിയ ഫർണിഷിംഗ് ഐറ്റംസ് ഇപ്പൊ ഒരു എന്താ പറയുന്ന ചെയറോ അല്ലെ ഫർണിച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിനും ചെറിയ ലീക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നമുക്കത് വേസ്റ്റ് ബിന്നിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുമോ? അത് ഇതേമാതിരി തന്നെ ഒഴിച്ച് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമൊക്കെ ആണെങ്കിൽ അതിനും എന്താണ് ഒരു സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ അത് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഒരു അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുന്നത്. സോഫ്റ്റ് ഫർണിഷിംഗ്സ് മേ ബി ഡാമേജ്ഡ് ബൈ ഡിസിൻഫെക്റ്റന്റ് പ്രൊഡക്ട്സ് such as sodium hypochlorite. It is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and detergent or steam cleaner. അതിന് മറ്റ് രീതികളും, അതായത് ചിലപ്പോൾ കാർപ്പറ്റൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് തേച്ചുരച്ച് കഴുകി അല്ലെ ചെറിയൊരു ലീക്കൗട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ പക്ഷെ അണുക്കൾ നശിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ചെറിയ വീടുകളിലാണെങ്കിൽ തന്നെ ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മള് ചെറിയ രീതിയിലൊരു അല്ലെ ഇതൊക്കെ ചെയ്തതിനു ശേഷം അത് ഒന്നില്ലെങ്കിൽ നല്ല വെയിലത്ത് അല്ലെ അണുക്കൾ നശിച്ചു പോകാൻ കരുതി നമ്മളത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതില് ഒരു ഡിസിൻഫെക്റ്റ് ആക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അത് അതല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് അതൊക്കെ നശിപ്പിച്ച് കളയുക, അതല്ലെങ്കിൽ എന്താണ് ഡിറ്റർജന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റുമെങ്കിൽ നോക്കുക, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആവി എടുത്തില്ലേ നീരാവിയൊക്കെ കൊടുത്തിട്ട് അവിടെ അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. It is suggested that polluted soft furnishing അല്ലെ എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിഷിംഗ് and carpets unable to enter chemical disinfection should be made clean using hot water and detergent or steam cleaner. അത് ഏതാണോ രീതി അനുസരിച്ചിട്ട് പരമാവധി എന്താണ് അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതി എന്താണോ അത് ഉപയോഗിച്ചിട്ട് തന്നെ അണുക്കളെ നശിപ്പിച്ച് കളയുക എന്നാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ, സമയം എടുത്താണെങ്കിലും വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് തുടങ്ങി നിങ്ങൾക്ക് ഈസി ആയിരിക്കും, കാരണം പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. Disinfect area. Okay. An adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluids samples. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു സെൽവാൾ ഉണ്ടല്ലോ, ബാക്ടീരിയയുടെ സെൽവാൾ എന്ന് പറയുന്നത് ചിലത് തിക്കായിട്ടുള്ള സെൽവാൾ ഉണ്ടാവും, ചില ബാക്ടീരിയകൾക്ക് തിന്നായിട്ടുള്ള സെൽവാളും ആയിരിക്കും. അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ തിക്കായിട്ടുള്ള സെൽവാളുള്ള ബാക്ടീരിയ ആണ്. അതേമാതിരി തന്നെ നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ സെൽവാൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും അല്ലെ, വളരെ കനം കുറഞ്ഞതായിരിക്കും. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണെങ്കിലും ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മതിയായ അഡിക്വേറ്റ് എലിവേഷൻ മതിയായ രീതിയിലുള്ള ഒരു 1% ഹൈഡ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത്തരത്തിലുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ ബോഡി ഫ്ലൂയിഡ്സില് അല്ലെങ്കിൽ ബ്ലഡില്
അല്ലെ അടങ്ങിയിരിക്കുന്ന ഈ അണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം സൊല്യൂഷൻ എന്ന് പറയുന്നത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ്. അതിൽ ആ പെർസെന്റേജ് പറയുന്നത് അതിന്റെ അല്ലെ കൂടുതൽ ആവാതിരിക്കാനും എന്നാൽ അണുക്കൾ നശിച്ചു പോവുകയും വേണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ആ ഒരു അലിവേഷൻ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ ആ സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഒരു പ്ലേസുകൾ അല്ലെ അത് അണുവിമുക്തമാക്കണം എന്നുള്ളതാണ്. ഡിസിൻഫെക്ട് ദ ഏരിയ, ആ ഏരിയ അണുവിമുക്തമാക്കണം എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട് യൂസ് എ ഡിസിൻഫെക്ട് സൊല്യൂഷൻ ടു ക്ലീൻസ് ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി യൂസിങ് ആക്ട് സൊല്യൂഷൻ എക്സാമിൻ ക്ലോറിൻ റിലീസിങ് ഏജൻസ്. ഇനി നമ്മൾ ഈ ഒരു അണുവിമുക്തമാക്കിയിരിക്കുന്ന ഏരിയ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്ലോറിൻ റിലീസിങ് ഏജൻസ് അല്ലെ നമ്മളിപ്പോ ഡെറ്റോൾ ഏതെങ്കിലുമൊക്കെ ബ്ലീച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അത് വീണ്ടും അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ പ്രത്യേകമായിട്ട് പക്ഷെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും മാനുഫാക്ചേഴ്സ് എന്താണ് പറയുന്നത് എബിഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക അല്ലെ, അവര് പറയുന്നത് പാലിച്ചു പോകണം. മാനുഫാക്ചേഴ്സ് എന്താണോ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഇപ്പൊ നമ്മൾ പറയും ഇത്ര വെള്ളത്തില് അല്ലെ ഇത്ര ഒരു ബക്കറ്റ് വെള്ളത്തില് ഇത്ര സൊല്യൂഷൻ ഇത്ര ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇത്ര സമയം കലക്കി വെക്കുക, അതിനുശേഷം അവിടെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അണുക്കൾ നശിച്ചു പോകും. അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മള് ഒരു സൊല്യൂഷന്റെ ഒക്കെ മുകളിലൊക്കെ എഴുതി വെക്കാൻ പോവാം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനുഫാക്ചേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് അവർ പാലിക്കണം. abide the manufacturer's directives for the proper concentration and contact time of the disinfectant. അവര് പറയുന്ന അളവിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഒപ്പം തന്നെ പറയുന്ന സമയം, എത്ര സമയം വെച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു തുണി മുക്കി ഇന്ന സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇത്ര സമയം നമ്മൾ അവിടെ അല്ലെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുക, ഇത്ര സമയത്തിന് ശേഷം അണുക്കൾ അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് അല്ലെ മാനുഫാക്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയുന്ന രീതിയിൽ പറയുന്ന അളവില് പറയുന്ന സമയം എടുത്ത് തന്നെ അവിടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മള് ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓരോ പോയിന്റിലും പറഞ്ഞ കാര്യങ്ങൾ 1-2 പോയിന്റ്സ് മാത്രം, അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതേ ഇത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ ഈ ഒരു പോയിന്റ്സുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇല്ല കണ്ടോ. ഓരോ ഇതുകൾ ഫാർമസ്യൂട്ടിക്കൽ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം വേറെ പുറത്തുനിന്ന് 1-2 ടോപ്പിക് മാത്രമേ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഓരോ പോയിന്റ് ഈ ഓരോ സ്പില്ലേജിനെ കുറിച്ചിട്ടാണ് ഇവിടെ അധികം വിവരിക്കുന്നത്. ഫസ്റ്റ് സ്പില്ലേജ് നിങ്ങൾ ഇച്ചിരി സമയം എടുത്താലും എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. അതിലെ കുറച്ച് വേർഡുകളെല്ലാം നിങ്ങൾക്ക് അല്ലെ ഡിസിൻഫെക്റ്റന്റ് അല്ലെ അത്രയും കുറെ ബയോഹസാർഡ് വേസ്റ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതിലേക്ക് ആ ഒരു വേർഡ്സിലേക്കൊക്കെ നമ്മളൊരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് ക്ലാസ്സില്. ഓക്കെ, ഒന്ന് വായിച്ചിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ഹസാർഡ്സ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ വേസ്റ്റ് എന്നാണ്. ഹസാർഡ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ലോക്കൽ ഗവൺമെന്റിന്റെ ഒക്കെ പെർമിഷൻ ഒക്കെ വേണ്ടി വരുന്നത്. കുറച്ചും കൂടി അല്ലെ അവരൊക്കെ അനുവദിച്ചാൽ മാത്രമാണ് അത് നമുക്ക് കത്തിച്ച് നശിപ്പിച്ചൊക്കെ കളയാനായിട്ട് ഹോസ്പിറ്റലിനൊക്കെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തായാലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.